ചെമ്പല്ലി എൻ്റെ അമ്മേ സീൻ സോയിസ് ചെമ്പല്ലി പറയാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ചെമ്പല്ലി പിടിക്കാനായിട്ട് വളർത്തി വന്നേക്കാണ്. നമ്മൾ കായലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, സൈഡിൽ ഐലൻഡ് ചുറ്റി നിൽക്കുകയാണ്. ഇവിടെ നല്ല വലിയ പാട്ടാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് ഇവിടെ ബാക്കി കസിനെ കാണാം. ഞാനും എൻ്റെ കമ്പനിക്കാരും കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷാഡാണ് കേട്ടോ. ഈ ഒരു റെഡ് ഷാഡാണ് ലുക്കാനയുടെ കിട്ടുന്ന സാധനം കേട്ടോ. നല്ല വലിയനൊക്കെ ഉണ്ട്. നമ്മളിത് ഇട്ടിട്ടില്ല. ഇത് 2 പീസ് ഉണ്ടായിരുന്നു. ഒരു പീസ് അവൻ ഇടുന്നത്, ഒരു പീസ് ഞാനും ഇടുന്നുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഷാഡിൽ ഹുക്ക് കയറാൻ പേടാം. നമ്മളൊരു ലുക്കാനയുടെ ഒരു ജിഗ് ഹെഡ് എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഗ്രാമാണെന്ന് എനിക്ക് അറിയില്ല. 14 നമ്പർ ഹുക്കാട്ടോ, നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ അതിനെ വെച്ച് നോക്കണം ഉണ്ടോ. അപ്പോൾ ഇത്രയും കയറണം, ഈ ഒരു ലെവൽ കയറണം. അപ്പോൾ ഇവിടുന്ന് കയറ്റി ഈ വീട്ടിലത്ത് പൊക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷാഡിങ്ങനെ വളഞ്ഞു പോകും, അല്ലെങ്കിൽ നിവർന്ന് പോകും. നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം കയറ്റാൻ. ഞാൻ നോക്കിയപ്പോൾ ഏറെക്കുറെ ഇവിടെ ലെവലിന് ഈ ഒരു ലെവൽ വരെ കയറ്റിയാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ കൂടി കയറ്റുക. മാക്സിമം നടുക്കൊണ്ടിരാൻ നോക്കണം. ഇതിനും കുഴപ്പമില്ല, കറക്റ്റ് ഏകദേശം കറക്റ്റ് ഇപ്പുണ്ട്. ചെറിയ നടുവിന് വെട്ടുള്ള പോലെ ഉണ്ട്. നല്ലോണം കയറ്റണം. ഇനി യെസ് എടാ, അങ്ങനെയാണ് ജിഗിട്ട് കയറേണ്ടത്. സാധനത്തിന് ഹുക്കപ്പ് റേഷ്യോ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കാരണം ലൂറ് പോലെയല്ല, ഒരുപാട് ഹുക്കൊന്നും ഒറ്റ ഹുക്കല്ലേ ഉള്ളൂ. പക്ഷെ അടിച്ച് കഴിഞ്ഞാൽ പോയല്ല മീൻ. ഹുക്ക് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ മിസ്സാകില്ല. ലൂറിലാണെങ്കിൽ ഹുക്ക് ആയിക്കഴിഞ്ഞാൽ മിസ്സാകാൻ ചാൻസ് കൂടുതലാണ്. ഇതിലങ്ങനെ മിസ്സാകില്ല. കാരണം നല്ല പക്ക ഹുക്കാണ്, ഒടുക്കത്തെ ബലമാണ്. ഹുക്ക് നിവർന്നും ഒടിഞ്ഞു പോകുമ്പോൾ ഒരു ചാൻസും ഇല്ല. ഉടക്കി പോലെ വരഞ്ഞ് പൊട്ടിപ്പോയാലൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എറിയാൻ തുടങ്ങാം. ഇവിടെ മീൻ അടിച്ചോ. ഇവിടെ റെക്കോർഡിങ്ങാണോ? ഇവിടെ ആദ്യമായിട്ട് ഷാഡിലൊക്കെ മീൻ അടിക്കണത്. മിസ്സാവല്ലേ. റെക്കോർഡിംഗ് അല്ലേ? പോലെ പൊങ്ങി വന്നിട്ട് പൊക്കോ, ഒന്ന് തല കാണിച്ചിട്ട് പൊക്കോ. എടാ അത്യാവശ്യം വലുതാ. ഇങ്ങനെ ഇത്ര ടൈറ്റ് ഉണ്ടാ. ക്യാമറ ഒക്കെ എടുത്തിട്ട് ആകെ അവിടെ വേണ്ട, ഇതിന് മതി. നോക്കട്ടെ, എന്നാ നോക്കട്ടാ. കേറിയ ചെമ്പല്ലി എൻ്റെ അമ്മേ സീൻ സോയിസ് ചെമ്പല്ലി. യെസ് യെസ് യെസ്. ഇല്ല പിന്നല്ല. ഫസ്റ്റ് ചെമ്പല്ലി. എണീക്കാൻ പറ്റും. എണീച്ച വെള്ളത്തിൽ പോയി ഞാൻ. ഇല്ല, അണക്കൊന്ന് കയറ്റാം. ഷാഡായാറേ പോയല. എടാ ഗ്രിപ്പർ, ഗ്രിപ്പർ മറ്റേ ഉടുപ്പിൻ്റെ അകത്താണ്. പിടിക്കുവോ? ഞാൻ അടുത്ത് ഇവന് കുക്കിംഗ് വീഡിയോ. ഇവിടെ നല്ല സൈസ് സാധനമല്ലേ. ഊരിക്കും നിലത്തിട്ട് ഊരിക്കും. കഥ പറയണ്ടേ? ഊരണം അങ്ങോട്ട് പിടിച്ച് ഞാണ്ട് ഊരണം. ചിലപ്പോൾ ഒരു കടി കിട്ടുന്നില്ല. ഇത്ര കാര്യമുള്ളൂ. നീ അത് കളയരുത്. ഗ്രിപ്പർ വീട്ടിലാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടിയ ചെമ്പല്ലിയാണ്. നല്ല കിടിലൻ സാധനം. പിന്നെ ഇരിക്കുന്ന കളർ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ചെമ്പല്ലിയുടെ ആ ഒരു റെഡ് കളറല്ല, ഇത് ഉപ്പളപ്പഴാക്കി ഒന്ന് പ്യുവർ റെഡ് കളർ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഫ്രഷ് വാട്ടറാണ്. ഫ്രഷ് വാട്ടർ മാംഗ്രൂവ് ജാക്ക്. അതിൻ്റെ ഇപ്പർ സൈഡിലാകുമ്പോൾ നമുക്ക് ആ ഷാഡിലോട്ട് അടിച്ച് ഇപ്പർ സൈഡിൽ ഹുക്കൊക്കെ കയറിയത്. ഹുക്കൊക്കെ പക്ക ഹുക്കപ്പായിരുന്നു. ഹുക്കപ്പൊന്നും കാണിച്ചില്ലല്ലേ നമ്മൾ. അതിൽ സീനില്ല. അപ്പോൾ ഇതാണ് ചെമ്പല്ലി. ഒരു 1 kg പ്ലസ് ഉണ്ടാവും. തിരിച്ചു മറിച്ചാൽ കാണിക്കഴിഞ്ഞ് ഇതിപ്പർ സൈഡ്, ഇതിപ്പർ സൈഡ്. പക്കം നോക്കി എങ്ങനെ ഇരിക്കും, അടിയിൽ നോക്കി എങ്ങനെ ഇരിക്കും. കട്ട് ചെയ്തോ, കട്ട്. അണിയാണോ മീൻ? ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പിടിച്ച ചെമ്പല്ലിനെ നമ്മൾ ഇന്ന് ഗ്രില്ലടിക്കാൻ പോവുകയാണ്. ഞാനല്ല ഗ്രില്ലടിക്കുന്നത്, നമുക്കൊരു ഷെഫുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മീൻ ഷെഫിനെ കൊടുത്തിട്ട് ക്യാമറയുടെ ബാക്കിലേക്ക് പോവാം.
അപ്പോൾ നമ്മളിപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. വരയൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെ എടുത്തപ്പോൾ വരയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എടുത്ത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എടുത്തേക്കണം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, പിന്നെ നാരങ്ങ നീര്. ഇത് ഇത്രയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എല്ലാം കൂടി കുഴയ്ക്കുവാണ്. അപ്പോൾ സാധനം നമുക്ക് റെഡിയായി, പേസ്റ്റ് നമുക്ക് റെഡിയായി. സാധനം ആദ്യമേ കുറച്ചായേ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്, നല്ല ലൂസായി. അപ്പോൾ ഇനി മാരിനേറ്റ് ചെയ്യാം. ആദ്യമേ എടുക്കണം, തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറ്റി പിടിച്ചേക്കണം കേട്ടോ. വരഞ്ഞ ഭാഗത്തേക്കൊക്കെ ഉള്ളിലേക്ക് നല്ലോണം കയറ്റി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാരിനേറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. മസാല കൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നാരങ്ങ നീരും കൂടി ഒഴിക്കുകയാണ് നമ്മൾ. ഓക്കെ, പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഒരു അരമണിക്കൂറെങ്കിലും വെറുതെ വയ്ക്കുക. സെറ്റ് ചെയ്യുക. അതൊന്ന് മാരിനേറ്റിങ് ഒന്ന് കയറാനാണ്. മസാലയ്ക്ക് ഒന്ന് മീറ്റിനകത്തേക്ക് ഒന്ന് ഇറച്ചിയിലേക്ക് ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂറൊന്ന് വെറുതെ വെച്ചെടുത്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്താകുമ്പോൾ നമ്മൾ അടുത്ത നമ്മൾ കനലുണ്ടാക്കാൻ പോവാണ്. ഫില്ല് ചെയ്യാനുള്ള ചിരട്ടയിൽ നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് പിടിക്കും അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കനലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രില്ല് വെച്ച് മീനെടുത്ത് വെക്കാം. ഒക്കെ പറഞ്ഞിട്ടല്ലോ, ഒക്കെ എടുത്തിക്കണം. ഗ്രില്ലിൽ എണ്ണ തേക്കുന്നു. എല്ലാരും വാങ്ങോ. അപ്പോൾ നമ്മുടെ മാരിനേറ്റൊക്കെ ചെയ്ത് അരമണിക്കൂർ നമ്മൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഗ്രില്ലിലേക്ക് വയ്ക്കുവാണ്. നമ്മൾ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിരട്ടയൊക്കെ എത്തി കനലൊക്കെ ഓക്കെ ആയി. ഗ്രില്ലിൽ എണ്ണയൊക്കെ തൂത്തിട്ടുണ്ട്. ചോക്കിക്ക് ഗ്രില്ലിലേക്ക് നമ്മൾ വയ്ക്കുവാണ്. സെറ്റായി. ഇനി അടുത്തത് കുറച്ച് എണ്ണയും കൂടി മീനിൻ്റെ പുറത്തൊക്കെ കൊണ്ട് തൂക്കി കൊടുക്കുവാണ് തേക്കാൻ വേണ്ടി. അപ്പോൾ സാധനം സെറ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ അങ്ങനെ എടുത്തിട്ടുണ്ട്. സാധനം റെഡിയാണ്. അപ്പോൾ നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടൊക്കെ വന്ന് ആവി പോകുന്ന സാധനമുണ്ട്. സൂപ്പർ സാധനം. ഓക്കെയാണ്, എന്നിട്ടൊക്കെ ഉണ്ട്. അത് മേടിച്ച് കാണിച്ചില്ല. സാധനം ഓക്കെയാണ്. ടേസ്റ്റ് തന്നെയുണ്ട്. സാധനത്തിൻ്റെ മീനിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്.